അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിങ്ക് തീം ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുള്ളും ഹോം മെയ്ഡ് സപ്ലൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഇവിടെ ഒരു ഗ്രിഡ് ലൈൻ ഒക്കെ ഉള്ള ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ്സ് എല്ലാം നന്നായിട്ട് ഒന്ന് കീറി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ പേപ്പർ ആ ഒരു പേജിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മിനിമൽ ജേർണലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് റൈറ്റിങ്സ് എല്ലാം എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 2 ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ഐഡിയാസാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ടുലിപ്പിൻ്റെ സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ആസ്തറ്റിക് ഗേളിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതും ഒരു കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റായിട്ട് ഞാൻ ഒരു വാഷി ടാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ വാഷി ടാപ്സ് എല്ലാം. ഇനി ഞാൻ കുറച്ച് കോഡ്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ആർഭാടങ്ങളൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.